ഇപ്പൊ തലമുറ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഓരോരുത്തരുടെ ചോയ്സ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അപ്പത്തേക്ക് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ ചെറിയൊരു മുറിവിനെ വലുതാക്കി കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു മുൻധാരണ വരാനും ഇത്തരത്തിലുള്ള ചെറിയ ഇമോഷൻസിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, എങ്ങനെയാണെങ്കിലും നല്ലൊരു കുടുംബമായിട്ട് പോകാനാണല്ലോ കല്യാണം കഴിക്കുന്നത്. അത്തരത്തിലുള്ള രീതിയിലേക്ക് കൗൺസിലിംഗ്. അച്ഛൻ എന്നോട് ചോദിക്കാനുള്ള ഇത്തരത്തിലുള്ള സിലബസുകളുണ്ടോ? പ്രത്യേകിച്ച് ന്യൂ ട്രെൻഡ്സിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് എല്ലാ ഫാമിലിയും ബാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ കൗൺസിലിംഗില്? ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മോഡേൺ ഇയറയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രീ മാരേജ് കോഴ്സുകളാണ് ഇന്ന്. ഞാൻ എന്റെ മതമായതുകൊണ്ട് പറയുന്നതല്ല, ഈ മാരേജ് കോഴ്സിന് കൊടുക്കുന്നത്. ഇന്ന് ഹൈന്ദവരായ മക്കൾ വരെ കല്യാൺ രൂപതയില് ഈ കോഴ്സ് കൂടാമോ എന്ന് ചോദിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. അവര് വളണ്ടിയർ. ഫാദറെ, വക്കീലിനോടൊരു ചോദ്യം ഇദ്ദേഹത്തിനുണ്ട്. എന്നോട് രഹസ്യമായിട്ട് ചോദിച്ചു. പക്ഷെ എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല. ചോദിച്ചോളൂ. വിവാഹിതയാണോന്ന് ചോദിച്ചേ? വിവാഹിതയാണ്. അപ്പൊ അത് കൂടുതൽ കണ്ടാ തോന്നിയില്ലേ? അല്ല, കണ്ടാ തോന്നിയതല്ല, ഈ സംസാരത്തിൽ നിന്ന് അതിലെന്തോ കുറവുണ്ടെന്ന് തോന്നി. ഓക്കെ ഓക്കെ. അല്ല, എന്താണെന്നറിയോ, അതായത് അദ്ദേഹത്തിന്റെ സംശയം എന്നറിയോ, നമ്മുടെ യൂണിയൻ നേതാവിന്റെ CP സത്യന്റെ സംശയം എന്താന്ന് വെച്ചാല് ഈ ദാമ്പത്യത്തിൽ എന്തൊക്കെ ചില കല്ലുകടികളുണ്ടോ എന്ന് സംശയം തോന്നി. അതേ ഉള്ളൂ. ആരുമില്ലല്ലോ. ആരുമില്ല. അപ്പൊ സാർ ഒരു മനസ്സിലായല്ലോ. ഞങ്ങള് ഈ സമുദായം കൊടുക്കുന്ന ആ കൗൺസിലിങ്ങിനെ തീരെ അങ്ങോട്ട് ലോ ആയിട്ട് കാണാതെ ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമായി ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ, അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ തുടർന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് ഞങ്ങൾ അച്ഛനമ്മമാർക്ക് വരെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു അമ്മായിയമ്മ, ഒരു അമ്മായിയപ്പൻ ഒരു കല്യാണം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ക്ലാസ് സഹിതം കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ, ഒരു കുട്ടികൾ വഴിതിരിഞ്ഞു പോകുന്നു, അവർക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ ശ്രമത്തിന് മറ്റു രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു പോകുന്നത് ശരിയല്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതായത് ഈ കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറയുമ്പോ പലർക്കും ഞാൻ ഈ പാഠ്യപദ്ധതി ചിലപ്പോ കുറച്ച് പഴക്കമൊക്കെ കാണും. കാര്യം നേരത്തെ തുടങ്ങിയല്ലേ, അത് കുഴപ്പമില്ല. ആ പാഠ്യപദ്ധതിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഈ കാലം ഒരു അപകടം പിടിച്ച കാലം കൂടാണല്ലോ. ഈ കാലത്തിന് പറ്റിയ പരിപാടിയാണോ ഇത്? തീർച്ചയായിട്ടും അതിന്റെ ഒരു കാര്യമുണ്ട്. അതായത് ഇതിനൊരു നമ്മൾ വിചാരിക്കും ഈ പ്രീ മാരിറ്റൽ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തു എന്ന് വെച്ചാൽ അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുന്നതല്ല. പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇഷ്യൂസ് ഇല്ലാത്ത ലൈഫ് ഉണ്ടാവില്ല. അതെ, രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇത് നമ്മൾ പറയില്ലേ പ്രിവെന്റീവ് മെന്റൽ കെയർ പോലെ കണ്ടിന്യൂസ് പ്രോസസ്. എപ്പോഴാണ് വെനെവർ ഇഷ്യൂ ക്രിയേറ്റഡ് ടേക്ക് ദി സൊല്യൂഷൻ, ആ ഒരു രീതിയിലാണ്. അല്ലാണ്ട് ഒരു ഘട്ടത്തിൽ ഇതെല്ലാം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ബെറ്റർ ലൈഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നില്ല. ഒരു കണ്ടിന്യൂസ്